കൊല്ലം ചിതറ വില്ലേജ് ഓഫീസിലും വില്ലേജ് ഓഫീസറുടെ വീട്ടിലും ഒരേ സമയം വിജിലൻസിന്റെ പരിശോധന നടക്കുകയാണ്. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായി അഭിലാൽ ചേരുന്നുണ്ട്. അഭി, എന്താണ് പെട്ടെന്ന് ഇത്തരമൊരു പരിശോധനയിലേക്ക് പോകാനുള്ള കാരണം? എന്തെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത്? അനധികൃതമായ സ്വത്ത് സമ്പാദനം, ഒപ്പം തന്നെ കൈക്കൂലി എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വില്ലേജ് ഓഫീസിലും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസറുടെ വീട്ടിലും ഒരേ സമയത്താണ് നടപടികൾ പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള വിജിലൻസ് സംഘമാണ് അപ്രതീക്ഷിതമായി ഓഫീസിലെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയിക്കപ്പെടുന്ന തരത്തിലോ അതല്ലെങ്കിൽ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യമോ ഉണ്ടോ എന്നതിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പരിശോധനാ സംഘങ്ങളിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായ വിവരം ലഭ്യമായിട്ടില്ല. അതേസമയം തന്നെ കണക്കിൽ കവിഞ്ഞ പണമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള മറ്റ് കാര്യങ്ങളോ പരിശോധനയിൽ വ്യക്തമാവുകയോ കണ്ടെത്തുകയോ ചെയ്യുന്ന പക്ഷം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകി.